ഈജിപ്റ്റ് എക്കാലവും ലോകം കാണാനും അറിയാനും ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തെ പറ്റിയുള്ള ദുരൂഹവും കൗതുകമുണർത്തുന്നതുമായ കഥകൾ സാധാരണക്കാരായ സഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു. വെറും കാഴ്ചകൾക്കപ്പുറം ചരിത്രവും സംസ്കാരവും തേടുന്നവരുടെ സ്വപ്നഭൂമിയെന്നും ഈജിപ്തിനെ വിശേഷിപ്പിക്കാനാകും. ഈജിപ്തിന്റെ പോയകാല കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ് ലക്സോർ നഗരം. ഫറവോ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളോളം ഈജിപ്തിന്റെ തലസ്ഥാനമായിരുന്നു ലക്സോർ. വാലി ഓഫ് ദി കിങ്സും ക്ഷേത്രങ്ങളും അടങ്ങുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ആ സംസ്കാരത്തിന്റെ സ്മാരകങ്ങളായി ഈ നഗരത്തിൽ നിലകൊള്ളുന്നു. ഈജിപ്തിന്റെ തന്നെ സാംസ്കാരിക വാഹിനിയായ നൈൽ നദിയാണ് ഇവിടെ മറ്റൊരു കാഴ്ച. കൂടാതെ നൈലിനെ ചുറ്റിപ്പറ്റി വളർന്നു വന്ന ഒരു മഹത്തായ നാഗരികതയെയും നമുക്കിവിടെ അനുഭവിച്ചറിയേണ്ടതുണ്ട്. പോകാം ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയം എന്ന് വിളിക്കപ്പെടുന്ന ലക്സോർ നഗരത്തിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ലക്സോർ നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം നൈൽ നദി, തുടർന്ന് ലക്സോർ ടെമ്പിൾ, അടുത്തതായി എൽ സൂക്ക്, തുടർന്ന് കർണാക്ക് ടെമ്പിൾ, അടുത്തതായി കൊളോസി ഓഫ് മെംനോൺ, അവിടെ നിന്നും ഹോട്ട് എയർ ബലൂൺ സഫാരി, തുടർന്ന് അബോ എൽ കൊംസാൻ ബസാർ, അടുത്തതായി മോർച്ചറി ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട്, അവസാനമായി വാലി ഓഫ് ദി കിങ്സ്. നൈൽ നദിയിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. ഈജിപ്തിലെ മറ്റെല്ലാ പ്രധാന നഗരങ്ങളെയും പോലെ നൈൽ നദിയാണ് ലക്സോറിന്റെയും ജീവനാഡി. ഇന്നത്തെ അവസ്ഥ അല്പം പരിതാപകരമാണെങ്കിലും ഒരു കാലത്ത് ലക്സോറിനെ സാംസ്കാരികമായി വളർത്തിയത് നൈൽ നദിയുടെ സാന്നിധ്യമാണ്. നൈലിലെ കോർണിഷ് ഏരിയയാണ് പ്രധാന ടൂറിസ്റ്റ് സെന്റർ. 4 കിലോമീറ്ററോളം നീളത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പ്രൊമനേഡാണിത്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളതിനാൽ കോർണിഷിലൂടെ നടക്കുന്നത് രസകരമായ അനുഭവമാണ്. കായല് പോലെ നീണ്ടുകിടക്കുന്ന നൈൽ നദിയുടെ പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. കോർണിഷിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നൈൽ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര. നൈൽ നദിയുടെ സൗന്ദര്യം അടുത്തറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുന്ന ബോട്ട് യാത്ര ലക്സോറിലെ ഏറ്റവും ജനപ്രിയമായ അനുഭവങ്ങളിലൊന്നാണ്. നദിയിലൂടെ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യം ഫെലൂക്കയാണ്. പായ കെട്ടി ചലിപ്പിക്കുന്ന പരമ്പരാഗത ഈജിപ്ഷ്യൻ വള്ളങ്ങൾ. ഈ വള്ളങ്ങൾ നിയന്ത്രിക്കാൻ നല്ല പരിചയം വേണം. അതുപോലെ ശാരീരിക ക്ഷമതയും. കാറ്റിനനുസരിച്ച് പായ വിടർത്തി വള്ളം നിയന്ത്രിക്കുന്നത് രസകരമായ കാഴ്ച തന്നെയാണ്. ഇതുകൂടാതെ നദിയിലൂടെയുള്ള ക്രൂസ് യാത്രകളും ഇവിടെ നിന്നും പുറപ്പെടുന്നു. 500-ലധികം ആളുകൾക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകുന്ന ആഡംബര ക്രൂസ് ഷിപ്പുകൾ വരെ ലക്സോറിലുണ്ട്. കോർണിഷിലെ മറ്റൊരു ആകർഷണം കുതിരവണ്ടികളാണ്. കുതിരവണ്ടിയിൽ കയറി നഗരത്തിലെ പല കാഴ്ചകളിലേക്കും സഞ്ചരിക്കാം. ചിലവും വളരെ കുറവാണ്.
ഇനി നമുക്ക് ലക്സോർ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. വലിപ്പം കൊണ്ടും നിർമ്മാണ ഭംഗി കൊണ്ടുമെല്ലാം ലക്സോർ ക്ഷേത്രം ആകർഷകമാകുന്നു. കൂടാതെ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെ ഈ സ്മാരകത്തിലൂടെ അടുത്തറിയാനും കഴിയും. സ്ഫിങ്സ് പ്രതിമകൾ നിരന്നു നിൽക്കുന്ന വഴിയിലൂടെയാണ് നാം ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ഈ വഴി 2 മൈൽ അകലെയുള്ള കർണാക്ക് ക്ഷേത്രം വരെ നീളുന്നുണ്ട്. ഫറവോ പ്രതിമകൾ കാവലിരിക്കുന്ന പടിപ്പുരയിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. 6 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള സ്തൂപം ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. 250 മെട്രിക് ടൺ ഭാരമുള്ള സ്തൂപം 3.5 സഹസ്രാബ്ദം മുമ്പ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത് ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു. കവാടം കടന്നു ചെല്ലുമ്പോൾ വൻ മതിൽക്കെട്ടുകളും തൂണുകളും അതിരിടുന്ന ഇടനാഴി നമ്മെ വരവേൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്നു തന്നെ ലക്സോർ ക്ഷേത്രത്തിന്റെ വലിപ്പം എത്രത്തോളമായിരുന്നു എന്ന് ഊഹിക്കാനാകും. ഇരുവശത്തും പാപ്പിറസ് ചെടിയുടെ ആകൃതിയിലുള്ള തൂണുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കല്ലുകൾ പാകിയ മേൽക്കൂര പൂർണ്ണമായും തകരുകയും ചെയ്തിരിക്കുന്നു. തൂണുകളുടെ സവിശേഷ രൂപം പുരാതന ഈജിപ്ഷ്യൻ വാസ്തുവിദ്യയെ അടയാളപ്പെടുത്തുന്ന ശ്രദ്ധേയമായ കാഴ്ചയാണ്. നാം ആദ്യമെത്തുന്ന 1-ാം നടുമുറ്റത്തിനു ചുറ്റും തൂണുകളും ഫറവോ പ്രതിമകളും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും കൂറ്റൻ തൂണുകൾ അതിരിടുന്ന വഴിയിലൂടെ 2-ാം നടുമുറ്റത്തേക്ക് നീങ്ങാം. ഈ 2-ാം നടുമുറ്റമായിരുന്നു ഫറവോമാരുടെ കാലത്ത് ആഘോഷങ്ങളുടെ വേദി. ഇതിനപ്പുറം 32 തൂണുകളുള്ള ഹിപ്പോസ്റ്റൈൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതം പ്രചാരം നേടും മുമ്പ് ക്രിസ്തുമതം ഈജിപ്തിൽ ശക്തമായിരുന്നതിനാൽ ചുവർ ചിത്രങ്ങളുടെ രൂപത്തിൽ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകളും കാണാം. ഹിപ്പോസ്റ്റൈൽ ഹാൾ കഴിഞ്ഞാൽ ഓഫറിംഗ് ഹാൾ എന്ന ഭാഗവും. ഫറവോമാർ ദൈവത്തിന് നേർച്ചകൾ നൽകിയിരുന്നത് ഇവിടെ വച്ചാണ്. കൊത്തുപണികളിലൂടെ ആ സംഭവങ്ങൾ ഭിത്തികളിലും തൂണുകളിലും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒടുവിലായി സ്റ്റാച്യൂസ് ഹാളും കൂടി കഴിയുന്നതോടെ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ അവസാനിക്കും. ഇനി നമുക്ക് എൽസൂക്കിലേക്ക് പോകാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അറേബ്യൻ സൂക്കുകളുടെ മാതൃക പിന്തുടർന്ന് രൂപീകരിച്ചിട്ടുള്ള വ്യാപാര കേന്ദ്രം. അതുകൊണ്ട് തന്നെ വിൽപ്പന വസ്തുക്കൾ ഭൂരിഭാഗവും സുവനീറുകളാണ്. ഗൾഫ് നാടുകളിലെ സൂക്കുകളുടെ പളവളപ്പോ ഗാംഭീര്യമോ എൽസൂക്കിൽ കാണാനാവില്ല. പകരം ഒരു ദരിദ്ര രാജ്യത്തിന്റെ ദൈന്യത കലർന്ന രൂപമാണ് സൂക്കിനുള്ളത്. വിൽപ്പനക്കാരെല്ലാം വളരെ സാധാരണക്കാരാണ്. വിപുലമായ ഷോപ്പുകളുടെ സ്ഥാനത്തുള്ളത് വഴിയോരത്തെ സ്റ്റാളുകളും. എങ്കിലും നിരവധി ഇടവഴികളിലായി വിശാലമായ ഒരു പ്രദേശമാകെ ഈ സൂക്ക് നിറഞ്ഞു നിൽക്കുന്നു. ഈജിപ്ഷ്യൻ കൗതുക വസ്തുക്കളാണ് എൽസൂക്കിൽ കൂടുതലായുള്ളത്. ഫറവോമാരുടെ പ്രതിമകൾ, ദൈവങ്ങളുടെ രൂപങ്ങൾ എന്നിങ്ങനെ കല്ലിൽ കൊത്തിയെടുത്ത സുവനീറുകൾക്ക് ആവശ്യക്കാരുണ്ട്. ശില്പങ്ങൾ കൂടാതെ ഈജിപ്ഷ്യൻ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയും എൽസൂക്കിൽ നിന്നും വാങ്ങാം. ഒരു ലോക്കൽ മാർക്കറ്റും ഇതിന് സമീപത്തുണ്ട്. പഴം, പച്ചക്കറി തുടങ്ങിയ ദൈനംദിന ഉപഭോഗ വസ്തുക്കൾ വിൽക്കുന്ന ചന്തയിൽ ലക്സോറിലെ തനത് ജീവിത കാഴ്ചകൾ കാണാനാകും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995
44422. ഇനി കാണേണ്ടത് ഒരു അത്ഭുത നിർമ്മിതിയാണ്. കർണാക്ക് ടെമ്പിൾ. ഈജിപ്ഷ്യൻ ദേവനായിരുന്ന അമുൻറായിക്ക് വേണ്ടി പണികഴിപ്പിച്ച വമ്പൻ ക്ഷേത്ര കോംപ്ലക്സ്. ഇന്ന് ലക്സോറിലെ ഏറ്റവും ശ്രദ്ധ നേടുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ഒന്നാണിത്. ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നു. അതിബൃഹത്തായ കെട്ടിടങ്ങളാണ് സമുച്ചയത്തിൽ ഉണ്ടായിരുന്നത്. സൈറ്റിൽ കാണുന്ന അവശേഷിപ്പുകളിൽ നിന്നും ക്ഷേത്രത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനാകും. ഒരു ഭൂകമ്പത്തിലാണ് ക്ഷേത്രം തകർന്നു പോയത്. പിന്നീട് അവഗണിക്കപ്പെട്ടതോടെ ജനങ്ങൾ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കല്ലുകൾ ശേഖരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ന് പഴയ രൂപത്തിലേക്ക് ക്ഷേത്രം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സ്ഫിങ്സ് പ്രതിമകൾ നിരന്നു നിൽക്കുന്ന ഒരു അവന്യൂവിലൂടെയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര അവശേഷിപ്പുകൾ ആകാംക്ഷയുണർത്തും. ഈ ഭിത്തികളുടെയും തൂണുകളുടെയും മുകളിൽ മേൽക്കൂരയും ഉണ്ടായിരുന്നതാണ്. ആ ഭാഗങ്ങൾ തകർന്നു പോയതിനാൽ നിർമ്മിതിയുടെ യഥാർത്ഥ ഉയരം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. പൂർണ്ണരൂപം മനസ്സിൽ സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന അനുഭവം തന്നെയായിരിക്കും കർണാക്ക് ക്ഷേത്രം. ഇവിടെ നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു ക്ഷേത്രഭാഗം ഹിപ്പോ സ്റ്റൈൽ ഹാളാണ്. വമ്പൻ തൂണുകൾ ഉയർന്നു നിൽക്കുന്ന ഇടം. ഈജിപ്ഷ്യൻ ശൈലിയിലുള്ള ധാരാളം കൊത്തുപണികൾ ഈ തൂണുകളിൽ കാണാനാകും. ഓരോ തൂണിലും ആ കാലഘട്ടത്തിന്റെ സ്മാരകമായ വിലപ്പെട്ട വിവരങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിന്റെ ഭാഗമായ ഒരു കുളവും കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തതായി കൊളോസി ഓഫ് മെംനോൺ എന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. 6 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള 2 പ്രതിമകളാണ് ഇവിടെയുള്ളത്. അമൻഹോട്ടപ്പ് മൂന്നാമൻ എന്ന ഫറവോയുടെ പ്രതിമകളാണിവ. അമൻഹോട്ടപ്പ് മൂന്നാമന്റെ ശ്മശാന ക്ഷേത്ര സ്ഥിതി ചെയ്തിരുന്നത് ഈ പ്രതിമയുടെ പിന്നിലുള്ള പ്രദേശത്തായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിൽ കാവലെന്ന വണ്ണം ഈ പ്രതിമകളും നിലകൊണ്ടു. ഒരു ഭൂകമ്പത്തെ തുടർന്നാണ് പ്രതിമകൾ ഈ വിധം തകർന്നു പോയത്. പിന്നീട് വിശാലമായ ടെമ്പിൾ കോംപ്ലക്സ് പൂർണ്ണമായും മണ്ണടിഞ്ഞു പോവുകയും ചെയ്തു. ഇന്ന് ഖനനവും ഗവേഷണങ്ങളും സൈറ്റിൽ നടക്കുന്നുണ്ട്. പ്രതിമകളുടെ വലിപ്പത്തിൽ നിന്നും ക്ഷേത്രം എത്രമാത്രം വിസ്തൃതമായിരുന്നു എന്ന് മനസ്സിലാക്കാനാകും. ഈ വലിപ്പം തന്നെയാണ് പ്രതിമകളുടെ ആകർഷണം. 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്നും എത്തിച്ച കല്ലുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളും പ്രതിമകളിൽ കാണാനാകും. ഫറവോ കാലത്തെ പറ്റിയുള്ള സുപ്രധാന വിവരങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പ്രകൃതിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകമെന്ന നിലയിൽ ധാരാളം ഫോട്ടോഗ്രാഫർമാരെയും കൊളോസി ഓഫ് മെംനോൺ ആകർഷിക്കുന്നുണ്ട്. ലക്സോറിലെ ഏറ്റവും ജനപ്രിയമായ ടൂറിസ്റ്റ് ആക്ടിവിറ്റികളിൽ ഒന്നിലേക്കാണ് ഇനി നാം പോകുന്നത്. ഹോട്ട് എയർ ബലൂൺ സഫാരി. ലക്സോറിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണിത്. ബലൂൺ യാത്രയിലൂടെ ലഭിക്കുന്ന അതുല്യമായ അനുഭവമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ബലൂൺ വീർപ്പിക്കുന്നതും ഉയർത്തുന്നതും
പറക്കാൻ സജ്ജമാക്കുന്നതുമെല്ലാം നമുക്ക് നേരിട്ട് കാണാനാകും. ബലൂൺ ഉയർത്തുന്നതിനുള്ള ഒരുക്കങ്ങളിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കും. നൈലിന്റെ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് സാധാരണയായി ബലൂൺ സഫാരി ആരംഭിക്കുന്നത്. ലക്സോറിന്റെ ആകാശ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെയുള്ള സാവധാനവും അതിമനോഹരവുമായ യാത്രയാണിത്. നൈൽ നദി, നദീതീരത്തെ കൃഷിയിടങ്ങൾ, ഗ്രാമങ്ങൾ, വിശാലമായ മരുഭൂമി, പുരാതന ആർക്കിയോളജിക്കൽ സൈറ്റുകൾ എന്നിവയെല്ലാം ഈ യാത്രക്കിടയിൽ കാണാം. പ്രത്യേകിച്ച് സൂര്യോദയ സമയത്ത് ആകാശത്ത് നിന്ന് കാണുന്ന ലക്സോറിലെ പുരാതന സ്മാരകങ്ങളും നൈൽ നദീതടവും അതിമനോഹരമാണ്. പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്ന കാഴ്ചയും യാത്രയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഇനി നമുക്ക് അബോ എൽ കൊംസാൻ ബസാറിലേക്ക് പോകാം. ഈജിപ്തിൽ കാണപ്പെടുന്ന അലബാസ്കർ ശിലകളിൽ മനോഹരമായ ശില്പങ്ങൾ സൃഷ്ടിക്കുന്ന കലാകേന്ദ്രം. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സൃഷ്ടികൾ. അതുകൊണ്ട് തന്നെ ഇവ സുവനീറുകളായി ശേഖരിക്കാൻ ടൂറിസ്റ്റുകൾ ഏറെ താൽപര്യപ്പെടുന്നു. വീടുകൾ അലങ്കരിക്കുന്നതിനും മറ്റും ഈജിപ്ഷ്യൻ സുവനീറുകൾ വളരെ മികച്ചതുമാണ്. സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശില്പവിദ്യ തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. ശിലകൾ ചെത്തിയൊരുക്കിയും തേച്ചുമിനുക്കിയും നടത്തുന്ന നിർമ്മാണ പ്രക്രിയ നേരിട്ട് കാണാനാകും. കല്ലുകളിൽ നിന്നും രൂപങ്ങൾ ഉടലെടുക്കുന്ന കാഴ്ച വളരെ രസകരവുമാണ്. നിർമ്മാണം പൂർത്തിയായ ശില്പങ്ങൾ ഉൾവശത്തെ ഒരു ഗ്യാലറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെ മനോഹരമായി ക്രമീകരിച്ചിട്ടുള്ള ഗ്യാലറിയിൽ നിന്നും നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. മോർച്ചറി ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മരുഭൂമിയിലെ ഒരു വരണ്ട മലയുടെ അടിവാരത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഗുഹാക്ഷേത്രമാണിത്. ഹാറ്റ്ഷെപ്സൂട്ട് എന്ന രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർമ്മാണം. ചരിത്രത്തിലെ അറിയപ്പെടുന്ന ആദ്യത്തെ രാജ്ഞി എന്ന പ്രത്യേകത ഹാറ്റ്ഷെപ്സൂട്ടിനുണ്ട്. 3500 വർഷം മുൻപ് തന്റെ കീർത്തി നാൾക്കുനാൾ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഹാറ്റ്ഷെപ്സൂട്ട് ക്ഷേത്രം പണിതുയർത്തിയത്. പിന്നീട് വന്ന രാജാക്കന്മാർ ക്ഷേത്രത്തെ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും ഹാറ്റ്ഷെപ്സൂട്ടിന്റെ ആഗ്രഹം പോലെ തന്നെ 3.5 സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും രാജ്ഞിയുടെ കീർത്തി തകരാതെ നിലനിൽക്കുന്നു. 3 നിലകളിൽ നിരന്ന തൂണുകളോടുകൂടി മുന്നിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുഖപ്പാണ്. ഇതിൽ ഓരോ നിലയിലും ഈജിപ്ഷ്യൻ സാമ്രാജ്യകാലത്ത് ആരാധിച്ചിരുന്ന മൂർത്തികളുടെ ശ്രീകോവിലുകളുമുണ്ട്. താഴത്തെ നിലയിൽ വലതുവശത്തുള്ളത് അനുബിസ് ദേവന്റെ ശ്രീകോവിലാണ്. ചുവർചിത്രങ്ങളാണ് അനുബിസ് ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത. 3500 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന മനോഹരമായ കലാസൃഷ്ടികൾ. ഇതിനിടതുവശത്ത് ബർത്ത് കൊളനേഡ് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഹാറ്റ്ഷെപ്സൂട്ട് രാജ്ഞിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കഥകൾ പങ്കുവയ്ക്കുന്ന ഇടമായതിനാലാണ് ബർത്ത് കൊളനേഡ് എന്ന പേര് വന്നത്. അതിനുമപ്പുറം ഹാഥോർ ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെയും നിരനിരയായുള്ള തൂണുകളാണ് പ്രധാനം. 3-ാം നിലയിലേക്ക് റാമ്പിലൂടെ കയറി ചെല്ലുമ്പോൾ ഹോറസ് ദേവന്റെ ശില്പങ്ങളോട് കൂടിയ തൂണുകൾ കാണാം. ഇതിനു പിന്നിലാണ് മല തുരന്ന് നിർമ്മിച്ച പ്രധാന ശ്രീകോവിൽ. മോർച്ചറി ടെമ്പിൾ കാണുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ ജനത കൈവരിച്ചിരുന്ന സാങ്കേതികമായ മികവ് നമ്മെ അമ്പരപ്പിക്കും.
മലയുടെ ചരിവിൽ കാണുന്നത് കൂടാതെ ധാരാളം നിർമ്മിതികൾ ക്ഷേത്ര കോംപ്ലക്സിൽ ഉൾപ്പെട്ടിരുന്നു. അവയുടെ അവശേഷിപ്പുകൾ മുൻവശത്തെ സ്ക്വയറിൽ കാണാനാകും. അവസാനമായി നമുക്ക് വാലി ഓഫ് ദി കിങ്സ് എന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു ചടങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകമാണിത്. ഫറവോമാർ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നതിനാലാണ് കല്ലറയ്ക്കുള്ളിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം കൂട്ടിവെച്ചിരുന്നത്. എന്നാൽ ആ സ്വത്തുക്കൾ കല്ലറകളിൽ നിന്നും പലപ്പോഴും മോഷണം പോയിരുന്നു. കവർച്ചകളെ തുടർന്നുണ്ടാകുന്ന നഷ്ടം തങ്ങളുടെ മരണശേഷമുള്ള ജീവിതത്തെ ബാധിക്കും എന്ന് ഭയന്ന രാജാക്കന്മാർ പുറംലോകത്തിന് കടന്നു ചെല്ലാനാവാത്ത തരം കല്ലറകൾ നിർമ്മിച്ചു തുടങ്ങി. അങ്ങനെയാണ് വാലി ഓഫ് ദി കിങ്സ് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന താഴ്വരയിൽ ഉന്നതരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തു തുടങ്ങിയത്. മല തുരന്ന് നിർമ്മിച്ച തുരങ്കങ്ങൾക്കുള്ളിൽ കടക്കുകയെന്നത് വളരെ പ്രയാസമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ പര്യവേക്ഷകർ ഇവ കണ്ടെത്തിയതോടെയാണ് ചരിത്രത്തിൽ മറഞ്ഞുകിടന്നിരുന്ന ഒരു കാലഘട്ടവും സംഭവഗതികളും പുറത്തു വന്നത്. ഇവിടുത്തെ പ്രധാന കാഴ്ച ഭൂമിക്കടിയിലെ കല്ലറകൾ തന്നെയാണ്. മൃതദേഹമടക്കിയ 63 ഇടങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ അപകടസാധ്യതയില്ലാത്തതും പ്രാധാന്യമുള്ളതുമായ ചില കല്ലറകളിൽ മാത്രം സന്ദർശകർക്ക് പ്രവേശിക്കാനാകും. സാധാരണ ടിക്കറ്റിൽ അത്ര പ്രാധാന്യമില്ലാത്ത ചില കല്ലറകളിലാണ് നമുക്ക് കടക്കാനാവുക. എന്നാൽ തുത്തൻഖാമുന്റെ അടക്കമുള്ള പ്രസിദ്ധമായ കല്ലറകൾ കാണാൻ പ്രീമിയം ടിക്കറ്റ് എടുക്കണം. തുത്തൻഖാമുന്റെ ശവകുടീരത്തിൽ മമ്മിഫൈ ചെയ്ത ശരീരവും കാണാം. പ്രീമിയം ടിക്കറ്റിൽ കയറാവുന്ന കല്ലറകളിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ വിവരിക്കുന്ന ചിത്രങ്ങൾ, ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങൾ എന്നിവയുമുണ്ട്. അനന്തമായ ചരിത്രത്തിന്റെയും അറിവിന്റെയും നിധിശേഖരം കാത്തുസൂക്ഷിക്കുന്ന ലക്സോർ നഗരത്തിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ഭൂമിക്കടിയിലെ ശവകുടീരങ്ങളിലും ആകാശത്തെ വെല്ലുന്ന പുരാതന ക്ഷേത്രങ്ങളിലുമായി ഇന്നും എണ്ണമറ്റ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടിവിടെ. ഫറവോമാരുടെ നിധികൾ തേടി ഒരു കാലത്ത് ഭാഗ്യാന്വേഷികൾ എത്തിയിരുന്ന ഈ മണ്ണിലേക്ക് ഇന്ന് അതിന്റെ മഹത്തായ ചരിത്രവും സംസ്കാരവും അടുത്തറിയാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു.